വോട്ട് പെട്ടി തുറക്കുമ്പോൾ പാടാനുള്ള ആഹ്ലാദ പ്രകടന ഗാനങ്ങളുടെ റെക്കോർഡിംഗ് കൊച്ചിയിലെ സ്റ്റുഡിയോകളിൽ പുരോഗമിക്കുകയാണ്. ഈ രംഗത്ത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന അബ്ദുൽ ഖാദർ കാക്കനാടിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനമൊട്ടാകെ വിവിധ മുന്നണികൾക്ക് വിജയമാഘോഷത്തിന് ഉപയോഗിക്കാനുള്ള ഗാനങ്ങൾ ഒരുങ്ങുന്നത്. ഭരണപക്ഷത്തിന് ഇക്കുറി തുടർഭരണം ലഭിക്കുമെന്ന് അവരും വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷവും പരസ്യമായി അവകാശപ്പെടുന്നതുകൊണ്ട് രണ്ടു കൂട്ടർക്കും വേണ്ടിയുള്ള വിജയാഹ്ലാദ ഗാനങ്ങൾ ഇപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. ഇതിൽ UDFന്റെ വിജയഗാനങ്ങളിൽ പിണറായി വിജയന്റെ കടക്കുപുറത്ത് എന്ന പ്രയോഗം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും വിലക്കയറ്റവും ക്യാപ്റ്റന്റെ PR തള്ളും തുടങ്ങി നാടുനീളെ ഫ്ലക്സ് വെച്ചത് അടക്കമുള്ള കഴിഞ്ഞ 10 വർഷത്തെ ദുരിതഭരണത്തിന്റെ എല്ലാ വിഷയങ്ങളും ചാലിച്ചാണ് എഴുതിയിരിക്കുന്നത്. പണ്ടേ ബംഗാളും ത്രിപുരയും പോയി, ഇന്നിപ്പോതേ കേരളവും പോയി എന്ന് പറഞ്ഞാണ് പാട്ട് അവസാനിക്കുന്നത്. LDFന്റെ വിജയഗാനത്തിൽ VD സതീഷിന്റെ വനവാസ പ്രയോഗവും മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടികൾ അടക്കം പ്രതിപാദിക്കുന്നുണ്ട്. ഇലക്ഷന്റെ വിധി വരുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കാനുള്ള വിജയാഹ്ലാദത്തിനുള്ള ഗാനങ്ങളുടെ റെക്കോർഡിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം സംബന്ധിച്ചിടത്തോളം LDF ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവര്. UDF ആണെങ്കിൽ 100 സീറ്റോളം പിടിച്ച് അവർ നേടുമെന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ പേര് വെച്ച് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പുറത്തേക്ക് വിടുന്നത് സ്ഥാനാർത്ഥികളുടെ പേരുള്ള പാട്ടല്ല. സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള പാട്ടുകളൊക്കെ നമ്മൾ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഇപ്പൊ LDF ജയിക്കുമെന്ന് LDF പറയുന്നു, UDF ജയിക്കുമെന്ന് UDF പറയുന്നു. അപ്പൊ ഇവരുടെ കോമൺ ആയിട്ടുള്ള സോങ്ങുകൾ ഇവിടെ ഭരണം കിട്ടിയെന്നും രണ്ട് മുന്നണികളും അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള കോമൺ സോങ്ങുകളാണ് ഇപ്പൊ പുറത്തേക്ക് വിടുന്നത്. ബാക്കി സ്ഥാനാർത്ഥിയുടെ പേരുള്ള പാട്ടുകൾ വിധി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. കാരണം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് ഇപ്പൊ ഇലക്ഷൻ പ്രചരണ പാരഡി ഗാനരംഗവും അതുപോലെ വിജയാഹ്ലാദ പ്രകടന ഗാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളെ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിമാരോട് നമ്മൾ കൊടുക്കുന്ന ഒരു നീതിയാണത്. അപ്പൊ പാട്ടുകൾ ആ ഫൈനൽ സ്റ്റേജിലായിരിക്കും പുറത്തു വരുന്നത്. എന്നാൽ LDFന്റെയും UDFന്റെയും ഒരു കോമൺ ഗാനങ്ങൾ നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. ഈ പാട്ടിന്റെ ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമകാലിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ വിവാദ വിഷയങ്ങളും പാട്ടിന്റെ വരികളിലൂടെ കടന്നു വരുന്നുണ്ട്. അല്പം ആക്ഷേപഹാസ്യത്തിലൂടെയാണ് പാട്ട് രചന നിർവഹിച്ചിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിജയാഹ്ലാദത്തിന് ഉപയോഗിക്കുമ്പോൾ ഒരു ഓളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആശയം വേണം. അതുകൊണ്ടാണ്. അതിനിപ്പോ ആര് പൊങ്കാല ഇട്ടിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗം, നമുക്ക് ആര് പൈസ തരുന്നു അവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അത്രമാത്രം. സ്ഥാനാർത്ഥികളുടെ പേരും മണ്ഡലവും ഒക്കെയുള്ള ഗാനങ്ങളും സ്റ്റുഡിയോകളിൽ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വിധി വന്നതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. അത്തരം ഗാനങ്ങളുടെ റെക്കോർഡിംഗ് രഹസ്യ സ്വഭാവത്തിലാണ് നിലവിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയും ഏറെ ഗാനങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.